ഇസ്രായേലിന്റെ ക്രൂരതകൾക്കെതിരെ പ്രതീകാത്മകമായെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയതിന്റെ സൂചനയായിരുന്നു പലസ്തീനെ അംഗീകരിക്കുമെന്ന പല രാജ്യങ്ങളുടെയും പ്രഖ്യാപനങ്ങൾ. ഇസ്രായേലിന്റെ അടുപ്പക്കാരായതുകൊണ്ട് തന്നെ ഫ്രാൻസും യുകെയും കാനഡയും നടത്തിയ നീക്കങ്ങൾക്ക് രാഷ്ട്രീയ പ്രാധാന്യവുമേറെയായിരുന്നു. അപ്പോഴും അമേരിക്കയുടേത് വ്യത്യസ്ത നിലപാടായിരുന്നു. ഫ്രാൻസിനെ വിമർശിക്കാൻ പോലും അമേരിക്ക തയ്യാറായി. എന്നാൽ അത് ഭരണകൂടത്തിന്റെ മാത്രം അഭിപ്രായമായിരുന്നു എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഭൂരിപക്ഷം അമേരിക്കക്കാരും പലസ്തീനെ അംഗീകരിക്കണമെന്ന അഭിപ്രായമുള്ളവരാണെന്നാണ് റോയിട്ടേഴ്സും ഇപ്സോസും ചേർന്ന് നടത്തിയ സർവേയിൽ വെളിപ്പെടുത്തുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇസ്രായേൽ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം ജൂതർ താമസിക്കുന്ന രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയരൂപീകരണത്തിൽ ഇസ്രായേലിന് തന്നെയാണ് എപ്പോഴും മേൽക്കൈ ഉണ്ടാകാറ്. അതിന് പിന്നിൽ പല ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങളുമുണ്ട്. ഈ ഘടകങ്ങൾ കാരണം എല്ലാ കാലത്തും ഇസ്രായേലിനൊപ്പം താങ്ങും തണലുമായി അമേരിക്കയും അവിടുത്തെ വലിയൊരു വിഭാഗവും ഉണ്ടായിരുന്നു. ആ സപ്പോർട്ട് ബേസിലാണ് ഇപ്പോൾ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. റോയിട്ടേഴ്സ് ഇപ്സോസ് സർവേ അനുസരിച്ച് പ്രതികരണം രേഖപ്പെടുത്തിയ അമേരിക്കക്കാരിൽ 58% പേരും പലസ്തീനെ അംഗീകരിക്കണമെന്ന നിലപാടുള്ളവരാണ്. അമേരിക്ക മാത്രമല്ല, UN-ലെ എല്ലാ രാജ്യങ്ങളും പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കണമെന്നാണ് അവരുടെ അഭിപ്രായം. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ആഗോളതലത്തിൽ പ്രതിഷേധമുയരുന്നതിനിടെയാണ് ഈ പഠനം പുറത്തുവരുന്നത്. പലസ്തീനെ അംഗീകരിക്കുക എന്നത് അർത്ഥശൂന്യമായ കാര്യമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് വ്യക്തമാക്കുമ്പോൾ പൗരന്മാർക്ക് പക്ഷേ അതല്ല അഭിപ്രായമെന്നാണ് ഈ പഠനം വ്യക്തമാക്കുന്നത്. ഇസ്രായേലിന്റെ നടപടികൾ അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തലിന് നീങ്ങണമെന്നും ലോകം ഒന്നാകെ ആവശ്യപ്പെടുമ്പോഴും ഗസയെ വരുതിയിലാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് സയനിസ്റ്റ് ഭരണകൂടം. വെസ്റ്റ് ബാങ്കിലാകട്ടെ സൈനിക നടപടികളും ജൂത കുടിയേറ്റക്കാരുടെ അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്നു. അടുത്തിടെയാണ് ഇസ്രായേലി ധനകാര്യമന്ത്രി ബെസലേൽ സ്മോട്രിച്ച് വെസ്റ്റ് ബാങ്കിൽ 3400 അനധികൃത ഇസ്രായേലി ഭവന യൂണിറ്റുകൾ നിർമ്മിക്കുമെന്ന പ്രഖ്യാപനത്തെ പൊക്കിപ്പറഞ്ഞ് രംഗത്തെത്തിയത്. പലസ്തീൻ രാഷ്ട്രമെന്ന ആശയം അപകടകരമാണെന്നും അതിന്റെ ശവപ്പെട്ടിക്ക് മേലുള്ള ആണികളാണ് പുതിയ ഓരോ വീടുകളുമെന്നാണ് സ്മോട്രിച്ച് പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഗസയിലും വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലും ഇസ്രായേലിന്റെ സാന്നിധ്യം നിയമവിരുദ്ധമാണെന്നും കഴിയുന്നത്ര വേഗത്തിൽ അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിച്ചിരുന്നു. എന്നാൽ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ എല്ലാ നീക്കങ്ങളും. അമേരിക്കയാകട്ടെ ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം സാമ്പത്തികമായും അല്ലാതെയും എല്ലാവിധ പിന്തുണയും നൽകുകയും ചെയ്യുന്നുണ്ട്. അന്യായമായ ഈ നടപടികളെയൊന്നും തള്ളി പറയാൻ ട്രംപ് ഭരണകൂടം ഒരിക്കലും തയ്യാറാകാറുമില്ല. എന്നിട്ടും അമേരിക്കൻ പൗരന്മാർ ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്നു എന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. ഈ ആഴ്ച യുഗോ നടത്തിയ സർവേയിലും ഇസ്രായേലിനെതിരായ അമേരിക്കക്കാരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് 43% അമേരിക്കക്കാരും വിശ്വസിക്കുന്നു എന്നതായിരുന്നു ആ സർവേയുടെ കണ്ടെത്തൽ.